ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ബിരിയാണി വയ്ക്കണ വീഡിയോ ആണ് കേട്ടോ. ഇത് ചേൻ്റെ വാപ്പയാണ് ബിരിയാണി വയ്ക്കുന്നത്. ആദ്യം എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്, സവാള ഇട്ട്, ചതച്ചുള്ളി ഇട്ട്, പിന്നെ തൊണ്ടമുളകും പച്ചമുളകും ഇട്ട്. നമ്മളിവിടെ ആ വലിയ മുളകിന് തൊണ്ടമുളകെന്നാണ് പറയണത്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയൂല. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയില്ല, ഇത്തിരി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഏത് പാത്രത്തിൻ്റെ അളവിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞ് ഇത്തിരി നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. തീ കത്തുന്നില്ലായിരുന്നു. പിന്നെ വാപ്പ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേനും ഈ അരി കഴുകി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ പറയണതിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. എനിക്ക് ഇത് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ട് തന്നെ എനിക്കിതിന് സൗണ്ട് കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ വാപ്പ എന്ത് ചെയ്ത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റും ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ലാസ്റ്റ് എപ്പോഴുമാണ് ഇട്ട് കൊടുത്തത്. ഇപ്പം ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നേ. ഞാൻ ഓരോന്നിടുമ്പോൾ ചോദിക്കും ഇതൊക്കെ എപ്പോൾ ഇടുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. വാപ്പ പറയും നീ കണ്ടോണ്ട് നില്ലേ, ഇതൊക്കെ ഓരോ സമയമുണ്ട് അപ്പോഴൊക്കെയാണ് ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞ്. രമ്പയിലൊക്കെ ഉണ്ടായിരുന്നേ, അതൊന്നും ഇപ്പം ഇട്ട് കൊടുത്തില്ല, അതൊക്കെ പിന്നീട് ഇട്ട് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് വാപ്പ അരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. തീ ഇടയ്ക്കിടയ്ക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. അണഞ്ഞിരിക്കും. ഞാൻ എങ്ങോട്ട് പോകും അങ്ങോട്ട് വരുമായിരുന്നു. ഇതൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുത്ത് കരഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വാപ്പ അവിടെ കഷ്ടപ്പെട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കത്തണ തീ നോക്കണ്ട, എപ്പോഴും അണഞ്ഞേ കിടക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വാപ്പ കത്തിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളം ഇത്തിരി വറ്റി വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുവേ. നല്ല വെന്ത് പോകാതിരിക്കണം അങ്ങോട്ടായിരിക്കും തക്കാളി. അത് കഴിഞ്ഞ് വെള്ളം ഇത്തിരി നല്ല വറ്റി വന്നപ്പോഴാണ് തക്കാളി ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് വാപ്പ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതെ. വാപ്പ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വയ്ക്കും, നല്ല ടേസ്റ്റാണ്. ബിരിയാണിക്ക് നല്ല സെറ്റായിട്ട് വയ്ക്കും. എന്നിട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇത് കട്ട് ചെയ്ത സമയത്ത് വാപ്പ എനിക്കൊരു കഷ്ണം തന്നായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിച്ചതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ജലദോഷവും പനിയും തലവേദനയൊക്കെ ആയിട്ട് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് ഗാലറി കിടക്കണ എല്ലാം അങ്ങ് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചാണ് ഇന്ന് എഡിറ്റ് ചെയ്യണത്. ജലദോഷമൊക്കെ മാറിയെങ്കിലും തലവേദന മാറിയിട്ടില്ല. അപ്പോൾ ദാണ്ട വാപ്പ നന്നായിട്ട് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി തീയൊക്കെ അണച്ച് കിടത്തിയൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. തീ ഇനി അധികം വേണ്ട, അടി പിടിക്കുമെന്ന് പറഞ്ഞ് തീയെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെയ്യൊക്കെ വീട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇതേപോലെ ആക്കി വെച്ചിട്ട് ഇനിയിപ്പം അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനം ഇടും എനിക്ക്. അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളി ഇതേപോലെ മുറിച്ച് വെച്ചത്, കറിവേപ്പിലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. വാപ്പ എനിക്ക് തന്നിട്ടുണ്ടേ. വാപ്പ എനിക്ക് എൻ്റെ കയ്യിൽ തരണേണ് അത്. അപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. എന്നിട്ട് ഇനി അടച്ചു വെച്ചേക്കും. ഞാൻ ഇത്രയും വീഡിയോ എടുത്തും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, കാരണം നന്നായിട്ട് പുക അടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.